ട്രീറ്റ്മെന്റ് ചെയ്ത ചേച്ചി? ഇത് എവിടുന്നാ ചെയ്തേ? ഇതിന് എത്ര പൈസയായി? ഇപ്പൊ നമ്മുടെ കമന്റ് ബോക്സിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും എനിക്ക് റീസെന്റ് വരുന്ന കുറച്ച് മെസ്സേജസ് ആൻഡ് ക്വസ്റ്റ്യൻസ് ആണ്, ചേച്ചി ഹെയറിൽ എന്താ ചെയ്തതെന്ന്. കാരണം എൻ്റെ ഹെയർ ഞാൻ ചെറുതായിട്ടൊന്ന് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ ചെയ്തതെന്നും എവിടുന്നാ ചെയ്തതെന്നും എനിക്ക് എത്ര പൈസയായി ചെയ്യാനെന്നും ഉള്ളതിന്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ വീഡിയോയും ഞാൻ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ എടുത്ത ഒരു അല്ലറ ചില്ലറ ക്ലിപ്സും കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആൻഡ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. ലൈക്ക് അവസാനമേ ചെയ്യേണ്ടുള്ളൂ, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഫാമിലിയിൽ ജോയിൻ ചെയ്തേക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്ത് ട്രീറ്റ്മെന്റ് ആണ് ചെയ്തത്? അപ്പൊ ഞാൻ ചെയ്ത ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഹെയർ ബോട്ടോക്സ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ഹെയറിൽ ബോട്ടോക്സ് ചെയ്യുന്നത്. പക്ഷേ ഞാനൊരു ട്രീറ്റ്മെന്റ് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3-3.5 വർഷം മുന്നേ ഞാൻ എൻ്റെ ഹെയറിൽ പെർമനന്റ് ബ്ലോ ഡ്രൈ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹെയർ നോർമൽ ടെക്സ്ചർ, ഒരു വേവി കേളി ടൈപ്പ് ഹെയർ ആണ്. അപ്പോൾ എനിക്ക് അന്ന് ഈ കേളി ഗേൾ ഹെയർ മെത്തേഡൊന്നും അത്ര ഒരു ഇതായിരുന്നില്ല. അപ്പം ആ സമയത്ത് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഞാൻ പോയി പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3 years എനിക്കത് നിന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നത് ബ്ലോ ഡ്രൈ ചെയ്യാൻ തന്നെയാണ്. പക്ഷെ അവിടെ ചെന്ന സമയത്താണ് എൻ്റെ സ്റ്റൈലിസ്റ്റ് എന്നോട് പറഞ്ഞു, എൻ്റെ സ്റ്റൈലിസ്റ്റ് അല്ല അവിടുത്തെ സ്റ്റൈലിസ്റ്റ് എന്നോട് പറഞ്ഞു, ലൈക്ക് മുന്നേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചോദിച്ചപ്പോൾ നമ്മൾ പറയുമല്ലോ ഹിസ്റ്ററി, ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെനിക്ക് സജസ്റ്റ് ചെയ്തു ഇനിയും ഹെയർ പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്യരുത്, ബിക്കോസ് അതൊരു കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ബ്ലോ ഡ്രൈ എന്ന് പറയുന്നത്. സോ എൻ്റെ ഹെയർ ഇനിയും ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ് എടുത്താൽ ഭയങ്കര ഡാമേജ് ആയി പോകും. സോ അതുകൊണ്ട് യു ക്യാൻ ഗോ ഫോർ എ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അറിവിലുള്ള പ്രോട്ടീൻ ട്രീറ്റ്മെന്റും അവരെനിക്ക് സജസ്റ്റ് ചെയ്ത പ്രോട്ടീൻ ട്രീറ്റ്മെന്റുമാണ് ഹെയർ ബോട്ടോക്സ് എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഇടം വല്ലതും നോക്കാതെ ഞാൻ എന്നാൽ പിന്നെ ആയിക്കോട്ടെ ഒരു പ്ലേറ്റ് പൊറട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഞാൻ ഹെയർ ബോട്ടോക്സ്. അപ്പോൾ അറ്റ് ദ പോയിന്റ് എനിക്ക് വന്ന ഒരു ഡിസിഷൻ ചേഞ്ച് ആയിരുന്നു ഹെയർ ബോട്ടോക്സ്. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഹെയറിൽ ചെയ്തിട്ടുള്ളത് ബോട്ടോക്സ് ആണ്. ഇനി അടുത്തതായിട്ട് ഈ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ് എന്നോട് ചോദിക്കുന്നതെന്ന് എനിക്കറിയാം, എത്രയായി ഇത് ചെയ്യാനായിട്ടെന്ന്. പക്ഷെ എനിക്കത് ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കാരണം ഈ ഒരു ബോട്ടോക്സ് അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ, ഹെയർ കളറിങ് ആയിക്കോട്ടെ, നമ്മളൊരു സ്ഥലത്ത് പോയി ചെയ്യുന്ന സമയത്ത് അത് ഓരോ പാർലർ ടു പാർലർ, ഒരു നമ്മൾ പോകുന്ന സെലൂൺ ടു സെലൂൺ അത് ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാരുടെ ഹെയർ ലെങ്ത് ടു ഹെയർ ലെങ്ത്, ഹെയർ ഡെൻസിറ്റി വെച്ച് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ചെയ്യാനുള്ള ഒരു എമൗണ്ട് എന്ന് പറയുന്നത് വാരി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു സ്ഥലത്ത് പോയിട്ട് അന്വേഷിക്കുക ഇവിടെ എത്രയാണ് ബോട്ടോക്സ് ചെയ്യാൻ. അപ്പൊ അവര് പറഞ്ഞു തരും, നമ്മുടെ ഹെയർ ഒക്കെ നോക്കിയിട്ട് ആ ഒരു എമൗണ്ട് ഔട്ട് നമ്മളെ ഹെയറിന് വരും. അപ്പൊ ഞാൻ ചെയ്തത് എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ടോണിയൻ ഗൈ എന്നാണ് ചെയ്തത്. ടോണിയൻ ഗൈ എവറിബഡി നോസ് ഐ തിങ്ക്. അപ്പൊ ഞാൻ ടോണിയൻ ഗൈ എന്നാണ് ചെയ്തത്. ആ സമയത്ത് എനിക്ക് വന്നത് 10,000 ആണ്. ആ സമയത്ത് അവിടെ ഒരു ഓഫർ ഓൺ ഗോയിങ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് 10,000 ആണ് വന്നത്. പക്ഷെ എൻ്റെ ഹെയർ വേറെ ഏത് സ്ഥലത്ത് കൊണ്ടു കൊടുത്താലും, അതായത് ഓഫർ ഇല്ലാത്തൊരു സ്ഥലത്ത് നോർമലി ഞാൻ ബോട്ടോക്സ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരിക്കലും അവരെനിക്ക് 10,000 ചെയ്തു തരില്ല. ബിക്കോസ് എൻ്റെ ഹെയർ ഡെൻസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഹെയർ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എൻ്റെ ഹെയർ പൊതുവെ തിക്നെസ് കൂടുതലാണ്. അതായത് ഒറ്റ സ്ട്രാൻഡ് എടുത്താൽ തന്നെ ആ സ്ട്രാൻഡ് ഭയങ്കര തിക്ക് കൂടുതലാണ്. അപ്പോൾ പ്രൊഡക്റ്റ് അതിലേക്ക് കൂടുതൽ പ്രൊഡക്റ്റ് വേണം, കൂടുതൽ സമയം വെക്കണം. എൻ്റെ ഹെയർ ചെയ്യാൻ ഭയങ്കര പണിയാണ്. ഞാൻ ചെയ്യാൻ പോയ സമയത്ത് ഫസ്റ്റ് ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഉച്ചയാകുമ്പോഴത്തേനും തീരും എന്ന് പറഞ്ഞു. എനിക്ക് വൈകുന്നേരം ഗുരുവായൂരൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ, രാവിലെ 9:30 ആകുമ്പോൾ ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തതാണ്. രാവിലെ പോയി ഉച്ചയാകുമ്പോഴത്തേനും വരാമെന്ന്. അവിടെ എത്തി എൻ്റെ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അവരെന്നോട് പറഞ്ഞു, മാം എന്തെങ്കിലും കഴിക്കാൻ ലഞ്ചിന് വേണമെങ്കിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ, ബിക്കോസ് ഇത് ഈവനിങ് ആവും തീരാന്ന്. കാരണം എൻ്റെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് ഓരോ ലിറ്റിൽ സ്ട്രാൻഡ്സ് എടുത്തിട്ടുള്ള ഇവർ ചെയ്യുക. ഭയങ്കര പണി പെട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ഹെയറിന്. എനിക്ക് സത്യം പറഞ്ഞ ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ചുകൂടി പൈസ അങ്ങോട്ട് കൊടുക്കണമെന്ന്. പക്ഷെ ഓഫറല്ലേ, അവർ നമുക്ക് ഇങ്ങോട്ടൊരു ഓഫർ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് എങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല. പക്ഷെ അങ്ങനെയാണ്. എന്നോട് മുന്നേ ഞാൻ പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്യാൻ പോയപ്പോൾ എനിക്ക് ഇതിനേക്കാൾ തിക്കുണ്ടായിരുന്നു എൻ്റെ ഹെയർ. അപ്പൊ ആ സമയത്ത് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നു കുഞ്ഞേ, നീ ഈ തലയും കൊണ്ട് നീ ഇവിടെ വരുമോ, ഓഫർ ഇല്ലാത്ത സമയത്താണ് വരുന്നെങ്കിൽ ഒരു 20,000 എങ്കിലും നിന്റെ തലയ്ക്ക് ഞങ്ങൾ വാങ്ങുമായിരുന്നു. കാരണം അന്ന് എൻ്റെ കുറച്ചും കൂടി തിക്കുള്ള ഹെയർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം പോയി 10,000 ഒക്കെ അവർക്ക് വലിയ നഷ്ടമായിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം, ഈ ഹെയർ ബോട്ടോക്സ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, കമ്പാരിറ്റീവ്ലി ബാക്കി ട്രീറ്റ്മെന്റ്സ് നമ്മൾ സ്ട്രെയിറ്റനിങ് സ്മൂത്തനിങ് ഒക്കെ ഉണ്ടല്ലോ,
അതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് കാലേ നിൽക്കത്തുള്ളൂ. അതായത് ഇപ്പൊ എന്റെ പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്ത സമയത്ത് അവരെന്നോട് പറഞ്ഞു 1 year ആണ് ഇത് നിൽക്കുക, പിന്നെ നമ്മുടെ ഒരു ഹെയർ ഗ്രോത്ത് അനുസരിച്ചിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ 1 year എന്നല്ല, എനിക്കിപ്പോ 3 years ആയി കഴിഞ്ഞിട്ടാ, 3.5 years. ഞാൻ 2021 എന്തോ ആണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോഴാണ് ഈ 2025 ഞാൻ ചെയ്യുന്നത്, അല്ല 2024 ലാസ്റ്റ് ഡിസംബർ സമയത്താണ് ഞാൻ ചെയ്യുന്നത് ഇത്. പക്ഷേ ഇത്രയും കാലം എൻ്റെ ഒരു സമയം വരെ എൻ്റെ മാനേജബിൾ ആയിരുന്നു ഹെയർ. ഇപ്പൊ ലാസ്റ്റ് ഒരു 2 months ഒക്കെ ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ് അത്, അല്ലെങ്കിൽ മാനേജബിൾ ആയിട്ടാണ് നിന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു ഹെയർ ഗ്രോത്തിനനുസരിച്ചും, പിന്നെ എൻ്റെ ഒരു ഭയങ്കര ഒരു ചപ്പറി പിപ്പറി മുടിയായിരുന്നില്ല, കുറച്ച് മാനേജ് ചെയ്താൽ മാനേജബിൾ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി കാലം എക്സ്റ്റെൻഡ് ആയ പോലെ തോന്നി. ഇത് എന്നോട് അവർ പറഞ്ഞത് 6 months നിൽക്കൂ എന്നാ പറഞ്ഞത്. പിന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും. അവിടുത്തെ ഒരു സ്റ്റൈലിസ്റ്റ് എന്നോട്, വേറൊരാളെന്നോട് പറഞ്ഞു ലൈക്ക് ഞാൻ കുറച്ചും കൂടി നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 year വരെയൊക്കെ പോകും. പക്ഷേ നമ്മുടെ ഹെയർ വളരുക എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഓട്ടുന്ന് വളർന്ന് വരുമ്പോൾ നമ്മുടെ എന്താണോ നോർമൽ ടെക്സ്ചർ ആ ടെക്സ്ചറിലേക്ക് പോവും ആ ഹെയർ. അത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ വളർച്ചയൊക്കെ മുരടിച്ച് ആരെങ്കിലും ആയിരിക്കണം, എന്നാൽ പിന്നെ ജീവിതകാലം മൊത്തം സ്ട്രെയിറ്റ് ചെയ്ത് നിൽക്കും. അല്ലെങ്കിൽ അത് വളരുന്നതിനനുസരിച്ച് താഴേക്ക് വരും. പിന്നെ നമുക്ക് റൂട്ട് ടച്ചപ്പ് ഒക്കെ ചെയ്തു കൊടുക്കാനാണ് പറ്റുക. പിന്നെ അതുപോലെ ബോട്ടോക്സ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹെയറിന് അത്ര കെമിക്കൽ അല്ല, പക്ഷേ ഓഫ് കോഴ്സ് ഇങ്ങനെ അയണിങ് ഒക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് നമ്മുടെ ഹെയറിനൊക്കെ പരിപ്പിളക്കും. അതുകൊണ്ട് അത് നല്ലതാണെന്നൊന്നും ഞാൻ പറയില്ല. കമ്പാരിറ്റീവ്ലി സ്ട്രെയിറ്റനിങ് വെച്ച് നോക്കുമ്പോൾ ബോട്ടോക്സ് കുറച്ചും കൂടി ഒരു ഹെൽത്തി ഓപ്ഷൻ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അങ്ങനത്തെ ഒരു സംഭവമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ബോട്ടോക്സ് ചെയ്ത ഹെയറിന്റെ ഒരു ടെക്സ്ചർ മാറുന്ന സമയത്ത് ഇത് മൊത്തത്തിൽ മാറും. അതായത് ഇതിന്റെ ഹെയറിന്റെ ടെക്സ്ചർ പൂക്കി സ്ട്രൈറ്റ് ആയിരുന്ന സാധനം ഒരു 2-3 വാഷ് കഴിയുമ്പോഴത്തേനും മാനേജബിൾ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് വരും. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേനും കുറച്ച് നാച്ചുറൽ ആയിട്ട് വരും. അപ്പൊ നമ്മുടെ ഈ ഹെയർ ഇവിടുന്ന് വളർന്നു വരുമ്പോഴും മറ്റത് ഈ ചൂല് പോലെ ഇങ്ങനെയും ഇതിങ്ങനെ ഇങ്ങനെ അങ്ങനെ വരില്ല. അതാണ് ഒരു ഡിഫറൻസ്. സോ അതുകൊണ്ട് കുറച്ചുകൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഞാൻ ബോട്ടോക്സ് റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒരു അപ്പോൺ പേഴ്സണൽ ഒരു ഇഷ്ടത്തിനനുസരിച്ചാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ എനിക്കൊരു 2 മാസമൊക്കെ അല്ലേ ആയിട്ടുള്ളൂ. ഇനി എത്ര കാലം നിൽക്കും നമുക്ക് നോക്കാം. അതിനുശേഷം എനിക്കൊരു ഒപ്പീനിയൻ പറയാൻ പറ്റൂ. ഞാൻ ഇപ്പോൾ ഉള്ള എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. പിന്നെ ഇനി ഞാൻ ചെയ്ത ആ ഒരു മെത്തേഡ്, അവർ എന്തൊക്കെ സ്റ്റെപ്സ് അവർ ചെയ്തു എന്നുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഞാൻ ആ ചെയ്യാൻ പോയ സമയത്ത് ഞാൻ വീഡിയോ എടുത്തു, പക്ഷേ ഉണ്ടല്ലോ എനിക്ക് ആരും എടുത്തു തരാനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാ പോയത്. അപ്പോൾ ഈ ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് എനിക്ക് ഇങ്ങനെ എടുക്കാൻ ഭയങ്കര ചമ്മല, എനിക്ക് ഭയങ്കര മടിയാണ്. നമ്മുടെ വലിയ സെലിബ്രിറ്റി ഒന്നല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര മടിയാണ് ആൾക്കാരുടെ വീഡിയോ എടുക്കാൻ. അപ്പൊ ഞാൻ അങ്ങനെ എടുത്തില്ല. ഞാൻ അവരിങ്ങനെ കാണാം, അതൊക്കെ ഇങ്ങനെയൊക്കെയാണ് എടുത്തത്. പിന്നെ കുറച്ച് ഞാൻ എടുത്തു, അവരോട് പെർമിഷൻ ഒക്കെ ചോദിച്ചെടുത്തു. എന്തിനാ ഞാൻ പെർമിഷൻ ചോദിച്ചതെന്ന് അറിയില്ല. എല്ലാവരും വീഡിയോ എടുക്കുമല്ലോ. പക്ഷെ ഞാൻ അവരോട് ചോദിച്ചു, കെൻ ഐ ടേക്ക് എ വീഡിയോ, ലൈക്ക് കെൻ ഐ ഇൻക്ലൂഡ് യു ഇൻ ദ വീഡിയോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പെർമിഷൻ വാങ്ങിച്ചു. കാരണം അവർക്ക് ഹിന്ദി മാത്രമേ അറിയൂ, ഇംഗ്ലീഷും അറിയാം. ഇംഗ്ലീഷ് വെച്ചാണ് ഞാൻ മാനേജ് ചെയ്ത് കൊണ്ടുപോയത്. എനിക്ക് ഹിന്ദി നെയ് ആത്ത. ഓക്കെ, അപ്പോൾ അങ്ങനെ. അപ്പൊ ആ ഒരു സ്റ്റെപ്സ് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. അത് ഞാൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് എനിക്ക് ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങൾ ഞാനൊരു വോയിസ് ഓവർ ഓടിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അത് കണ്ടിട്ട് വാ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള മുടി കേട്ടോ. കുറച്ച് കേളി ഹെയർ ആണ്. ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ നമ്മൾ ഹെയർ വാഷിനാണ് ഇരുന്നത് കേട്ടോ. നല്ല ഷാമ്പൂ വാഷ് ചെയ്യും അവർ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ നോക്കുക, വീട്ടിൽ നിന്ന് നന്നായിട്ട് തല കഴുകിയിട്ട് പോകണം തലേ ദിവസം തന്നെ കേട്ടോ. നമ്മൾ ഓവർ ഓയിലും അങ്ങനെയൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ അവർക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ. എന്തായാലും അവർ ഹെയർ വാഷ് ചെയ്യും. ആ സമയത്ത് നമ്മൾ കുറച്ച് നീറ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ബെറ്റർ അല്ലേ. പിന്നെ അവരത് ഉണക്കും നന്നായിട്ട് ബ്ലോ ഡ്രൈ ചെയ്ത് വെറുതെ ഒരു 90% ഒക്കെ ഉണക്കുവാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നത്. ഒരു തലങ്ങും വിലങ്ങും 2 ആൾ 3 ആളൊക്കെ വീതമായിരുന്നു എൻ്റെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ എൻ്റെ ഹെയർ കംപ്ലീറ്റ്ലി ഉണക്കി തീർത്തിട്ടുണ്ട്. ഇനി അവർ അതിനകത്ത് ക്രീം അപ്ലൈ ചെയ്യണം കേട്ടോ. ഇത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. ഈ കാണുന്ന പോലെയല്ല, അവർ ഓരോ കുഞ്ഞു ഇഴ എടുത്ത് റൂട്ട് തൊട്ട് താഴെ വരെ ക്രീം അപ്ലൈ ചെയ്ത് വലിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അവർ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് പാവം തോന്നി, കാരണം അത്രയും സമയം എടുത്തു. പിന്നെ അത് നമ്മളൊരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് അവർ റാപ്പ് ചെയ്തു കേട്ടോ. ഒരു 20 minutes 30 minutes അങ്ങനെ എന്തോ വെച്ചു തോന്നുന്നു, എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല. ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് കുറേ സമയം വെച്ചു. അപ്പോഴാണ് നമ്മളോട് ഫുഡ് കഴിക്കാനൊക്കെ പറഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും ആ ഹെയർ ഉണക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഹെയർ വാഷ് ചെയ്തിട്ടില്ല എന്നുള്ളത്.
അതിന് മുന്നേ അവരിങ്ങനെ ഒന്ന് ഉണക്കുവാണ് ചെയ്തത്. ബ്ലോ ഡ്രൈ വെച്ച് സ്ട്രെയിറ്റ് ചെയ്യുന്ന പോലെ ഉണക്കുക ചെയ്തത്. ഞാനിങ്ങനെ കുറച്ച് ഭാഗങ്ങളല്ലേ ഇടുന്നത്, പക്ഷെ ഇത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആട്ടോ. ഇവർ ഭയങ്കര കഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട് തലയിൽ. ഇനിയാണ് മക്കളെ പണി. ഈ അയേണിങ് എന്ന് പറയുന്ന സംഭവം എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഞാൻ അന്ന് മുന്നേ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ആ സമയത്തും ഇടയ്ക്ക് നമ്മുടെ തലയോട്ടി പൊള്ളിപ്പോവും. ഇവരറിയാണ്ട്, ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല, എത്ര ചെയ്യുമ്പോൾ അറിയാണ്ടൊന്ന് തട്ടിപ്പോവും, നല്ല ഹീറ്റായി പോവും. അപ്പോൾ ഇവരിങ്ങനെ അതിനനുസരിച്ച് കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ആൾക്കാർ മാറി ചെയ്യുമായിരുന്നു. പിന്നെ ഈ 2 ചേട്ടന്മാർ വന്നിട്ട് ഇതിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ഈ ചെക്കനുണ്ടല്ലോ, കുഞ്ഞിച്ചക്കൻ, ഇവൻ എൻ്റെ തല എത്ര വട്ടം പൊള്ളിച്ചു എന്ന് എനിക്കും ഇവന് മാത്രമേ അറിയൂ. അവസാനം എൻ്റെ ഹെയർ ഇങ്ങനെയാണ് ആയത്, ഭയങ്കര സ്ട്രെയിറ്റ്. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ഹെയർ ഇരുന്നത്. ആ സമയത്ത് ഇങ്ങനെ ചൂല് പോലെയായിരുന്നു ഇരുന്നത്. പിന്നെ ഹെയർ വാഷ് കഴിയുന്നതിന് ശേഷം നമുക്ക് ആ ഹെയറിന് ചേഞ്ചസ് വരും. 3 ഡേയ്സിന് ശേഷമാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഹെയർ വാഷ് ചെയ്തത് കേട്ടോ. അപ്പോൾ 3 ഡേയ്സ് കഴിഞ്ഞ് ഹെയർ വാഷ് ചെയ്ത സമയത്ത് കുറച്ചൊരു ഡിഫറൻസ് വന്നു. പക്ഷെ നല്ല സോഫ്റ്റ് ആയിരുന്നു ആ സമയത്ത്. ഇപ്പം സോഫ്റ്റ്നെസ് ഒക്കെ കുറഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ മെയിൻ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താലും, ഇപ്പോൾ ട്രീറ്റ്മെന്റ് എന്നല്ല, ഇപ്പൊ നമ്മളൊരു ടാറ്റു, നമ്മളെ ബോഡിയിൽ എന്ത് മോഡിഫിക്കേഷൻസ് പോലെ എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യുന്നോ, നമ്മൾ എന്ത് ചെയ്താലും അത് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അതിന് വാലിഡിറ്റിയിലേക്ക് എന്താ പറയുക, അത് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കത്തില്ല, അത് പെട്ടെന്ന് നശിച്ചു പോകും. അതുപോലെ തന്നെ ഇപ്പോൾ ടാറ്റു ആണെങ്കിൽ നമ്മളൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കണം. അധികം സൺ എക്സ്പോഷർ വരുന്ന സമയത്ത് ഇത് ഫെയ്ഡായി പോകും. അപ്പം അതൊക്കെ നമ്മൾ കെയർ ചെയ്യില്ലേ. അപ്പം അതുപോലെ നമ്മൾ ഹെയർ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആഫ്റ്റർ കെയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒന്നും കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നോർമലി എന്താണ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത് അതാണ് ഞാൻ യൂസ് ചെയ്തത്. എനിക്ക് പ്രത്യേകിച്ച് ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ബോട്ടോക്സ് ചെയ്ത സമയത്ത് അവരെന്നോട് പറഞ്ഞു, ഞാൻ ഇനി അങ്ങോട്ടേക്ക് കെയർ ചെയ്യുന്നത്, നന്നായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ പഠിപ്പ് ഇളകും. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇത് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തതുകൊണ്ട് തന്നെ പ്രോട്ടീൻ ഷാമ്പു വേണം ഉപയോഗിക്കാൻ, പ്രോട്ടീൻ ഷാമ്പു ആൻഡ് കണ്ടീഷണർ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അത് അവരെന്നെ പറ്റിച്ചതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഷാമ്പു കണ്ടീഷണർ അടിപൊളി ആയതുകൊണ്ട് എൻ്റെ മനസ്സിലെ വിഷമമൊക്കെ ഞാൻ അങ്ങ് മായ്ച്ചു കളഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോഴും എൻ്റെ തലയിൽ അവർ വെക്കാൻ വേണ്ടി നോക്കിയത് അവിടുത്തെ. ആക്ച്വലി നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും തോന്നുന്നല്ലേ. എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ? ഈ സലൂണിൽ നിന്ന് വാങ്ങിക്കുന്നത് ഇറ്റ്സ് ഗുഡ് ആണോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ടും എന്നോട് പറഞ്ഞായിരുന്നു നല്ല കെയർ ചെയ്യണം, അവിടുത്തെ ഷാമ്പു കണ്ടീഷണർ ഉപയോഗിക്കണം എന്ന്. പക്ഷെ ഞാൻ പിന്നെ വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് വന്നു. കാരണം അന്നേരം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടില്ല. ഞാൻ കൃത്യം കൊണ്ടുപോയിട്ടാണ് ഞാൻ പോയി ചെയ്തിട്ട് വന്നത്. അപ്പോൾ പിന്നെ അവർ അത് എക്സ്പെൻസീവ് ആവുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പക്ഷെ അവരെന്നോട് ആ ഒരു ചേട്ടൻ ഭയങ്കര കൂട്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ എനിക്ക് സിറം പറഞ്ഞു തന്നു. 2 ഓപ്ഷൻസ്, ഒന്ന് ലോറിയലിൻ്റെയും ഒന്ന് സ്ട്രീക്സിൻ്റെയും. ലോറിയൽ അന്ന് എനിക്ക് എക്സ്പെൻസീവ് ആയിരുന്നു, ഇന്ന് എക്സ്പെൻസീവ് ആണ്, പക്ഷേ സ്ട്രീക്സ് ആയിരുന്നു എനിക്ക് കുറച്ചും കൂടി അഫോർഡബിൾ. അപ്പം ഞാൻ ഓടിപ്പോയി സ്ട്രീക്സ് വാങ്ങിച്ചു. അത് ടച്ച് വുഡ് എനിക്ക് ഇപ്പോഴും നല്ല ഗുഡാണ്. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ആ ഒരു സിറം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ ആഫ്റ്റർ കെയറിൽ നമ്മൾ നല്ലൊരു സിറം യൂസ് ചെയ്യുക. യു ക്യാൻ ഗോ ഫോർ ദിസ് സിറം അല്ലെങ്കിൽ ദിസ് സിറം. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, നല്ല ഷാമ്പു നല്ല കണ്ടീഷണർ നമ്മൾ ഉപയോഗിക്കണം. ഷാമ്പു ചെയ്ത് പിപ്പിരി ആയിട്ട് നടന്നിട്ട് കണ്ടീഷണറോ അല്ലെങ്കിൽ ഒരു മാസ്കോ ഇടാണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മളെ ഹെയർ ചകിരിച്ചാറ് പോലെ ആയിപ്പോവും വേഗം. സോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടില്ലാത്ത പൈസ കൊടുത്ത് ചെയ്യുന്നതല്ലേ, അപ്പോൾ അതൊന്ന് ആഫ്റ്റർ കെയർ ചെയ്യുക എന്നുള്ള കാര്യം നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്ന, മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ക്ലിനിക് പ്ലസിന്റെ ഷാമ്പൂ, ഡവിന്റെ കണ്ടീഷണർ, ഡവിന്റെ ഷാമ്പൂ ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് അഡ്വാൻസ്ഡ് ആയി, കുറച്ച് അപ്ഡേറ്റ് ചെയ്തു. ഞാനിപ്പോൾ എൻ്റെ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ അവരെൻ്റെ തലയിൽ വെച്ച് തന്നതാ. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാനിപ്പോൾ കറന്റ്ലി ഉപയോഗിക്കുന്ന ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ. കണ്ടോ, ഇതാണ് ദിസ് വൺ. ഇതാണ് ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ വരുന്നത്. ഇതെനിക്ക് ആ സലൂണിൽ നിന്ന് തന്നതാണ്. സലൂണിൽ അവർ ഉപയോഗിക്കുന്നത് തോന്നുന്നു, നല്ല ഷൈനി ഹെയർ ആവും ഇതിട്ടിട്ട് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ. സോ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഓക്കെ. പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട്, ദിസ് ഈസ് വെരി എക്സ്പെൻസീവ്. എനിക്ക് ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഷാമ്പൂ കോസ്റ്റ് മീ 1500, ഇതും 1500. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 3000 ആയി എനിക്ക്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര സങ്കടമാണ്. പക്ഷേ 10,000 കൊടുത്തിട്ട് മുടി ചെയ്തിട്ട് ഷാമ്പൂ കണ്ടീഷണറും വാങ്ങിച്ചില്ലെങ്കിൽ മുടി പപ്പിരിയായി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം തകരില്ലേ. അപ്പം നമ്മൾ വാങ്ങിക്കില്ലേ. അങ്ങനെ അവരെന്നെ ഇമോഷണലി തകർത്തിട്ട് അവരെന്നെ വാങ്ങിപ്പിച്ചതാണിത്. പക്ഷെ ഞാൻ അന്ന് എന്തോ ഒരു മ്ലാനതയിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അവരെ ഇതിൽ വീണുപോയി. പിന്നെ അന്ന് എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വീണുപോയി. അല്ലെങ്കിൽ ഞാൻ അയ്യോ ചേട്ടാ പൈസ ഇല്ലാതെ പറഞ്ഞിട്ട് പോകുന്നതിനെ. പക്ഷേ എന്തോ വാങ്ങിച്ചു. പക്ഷേ ആക്ച്വലി ഇറ്റ്സ് ഗുഡ്. ഇത് ഓൺലൈനിൽ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ കെയർ പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിക്കാം.
ഇത് ഗുഡാണ്, നല്ല സംഭവമാണ് കേട്ടോ. നല്ല ഷൈനി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കും ഹെയർ. നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇത് യൂസ് ചെയ്ത് ഹെയർ ഒക്കെ നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യുക. എനിക്ക് പറഞ്ഞു തരാനുള്ള കുറച്ച് സജഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എവിടെന്നാ ചെയ്തേന്നും എന്താ ചെയ്തേന്നും എത്ര പ്രൈസ് ആയിന്നും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓവറോൾ ഒരു കവറപ്പ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതങ്ങനെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവം ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പോയി. ഞാൻ പറഞ്ഞില്ല, നല്ലൊരു വീഡിയോ പോലും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ചെയ്ത് വന്നപ്പോൾ ഭയങ്കര സ്ട്രെയിറ്റ് ഹെയർ ആയപ്പോൾ എനിക്ക് എന്നെ വീഡിയോയിൽ എടുക്കാനും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. ഞാൻ വെച്ചു 10,000 പോയോ എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക് ആ സമയത്ത്. പിന്നെ ഇത് ഹെയർ വാഷ് കഴിഞ്ഞ് ശരിയായി വന്നപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. സോ ഹെയർ ബോട്ടോക്സ് ചെയ്യേണ്ടവർ പോയി ചെയ്യാം. പ്രൈസ് നിങ്ങളുടെ നാട്ടിലുള്ള ഏത് സലൂണാണോ നല്ല സലൂണിൽ പോയി ചെയ്യുക. ഞാനിങ്ങനെ ഓരോ സലൂൺസിൽ കണ്ടിട്ടുണ്ട് നല്ല ഓഫേഴ്സ് ഒക്കെ ഇടുന്നത്. നല്ല ഓഫേഴ്സ് ഇടുന്ന സമയത്ത് അത് ഏത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് അന്വേഷിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1,000 രൂപേൻ്റെ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മളെ തല മൊട്ടത്തലയാക്കേണ്ട ആവശ്യമില്ലല്ലോ, യുനോ. സോ അതുകൊണ്ട് നല്ല ബ്രാൻഡിന്റെ പ്രൊഡക്ട്സ് തന്നെ ഉപയോഗിക്കാം. എന്തായാലും കെമിക്കൽ ഉപയോഗിക്കുന്നത്, അപ്പൊ പിന്നെ നല്ല കെമിക്കൽ ഉപയോഗിക്കാലോ, അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ടോണി ആൻഡ് ഗൈ എന്നാണ് ചെയ്തത്. അതൊരു ഇന്റർനാഷണൽ ബ്രാൻഡ് ആയതുകൊണ്ട് അവർ ചാത്ത സ്ഥാനമൊന്നും എന്റെ തലയിൽ ഇട്ടിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ധൈര്യത്തിൽ പോയി ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ, സി യു. ആൻഡ് ഈ വീഡിയോ ഇത്ര വരെ കണ്ട ആൾക്കാർക്ക് ഒരു കാര്യം കൂടി ഉണ്ട്. ബോണസ് നിങ്ങൾക്കല്ല, എനിക്കാണ്. നമ്മുടെ ഈ ചാനലിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, എനിക്കറിയത്തില്ല. എല്ലാ ചാനൽസിലും എല്ലാവരും വീഡിയോസ് ഇടുന്നുണ്ടല്ലോ, ഷോർട്സ് ഇടുന്നുണ്ടല്ലോ. നമുക്ക് ഷോർട്സ് ഇടുന്ന സമയത്ത് ഇപ്പം എന്തെങ്കിലും പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻസ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് അതൊന്നും ടാഗ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. എന്തോ നമ്മുടെ ചാനലിനൊരു സംതിങ് ഫിഷിയാണ്. അപ്പോൾ ഞാൻ പുതിയൊരു ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ മാറുന്നത് വരെയും പിന്നെ നമുക്ക് കുറച്ച് ബ്യൂട്ടി ടിപ്സ് ആൻഡ് റിലേറ്റഡ് ടോപ്പിക്സ് ഒക്കെ നമുക്ക് ആ ഒരു ചാനലിൽ ഇടാം. അപ്പോൾ അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഇഷ്ടമുള്ള എല്ലാവരും അത് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് നമുക്ക് അതിനകത്തായിരിക്കും ഗേളി വീഡിയോസ് ഒക്കെ ഞാൻ കൂടുതലായിട്ട് ഇടാൻ പോകുന്നത്. കാരണം ഇതിൽ എൻ്റെ കുറേ ചേട്ടന്മാർ ആൻഡ് ഫാമിലി, അമ്മമാർ ആൻഡ് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് നമ്മളെ ഈ കൈൻഡ് ഓഫ് ടോക്സ് ഒന്നും ചിലപ്പോൾ ഡൈജസ്റ്റ് ആവില്ല. അപ്പോൾ രണ്ടും കൂടെ ഞാൻ മാനേജ് ചെയ്ത് കൊണ്ടുപോകാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങളെ മനസ്സിലിപ്പോൾ ഉണ്ടാവും, ഒന്നിൽ തന്നെ പെണ്ണുമ്പളെ വീഡിയോ ഇടുന്നില്ല, എന്നിട്ട് അപ്പൊ 2 പക്ഷെ ഇനി ഞാൻ ഭയങ്കര പ്രൊഫഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ചേട്ടാ, ബൈ ബൈ, സി യു. ഹാവ് എ നൈസ് ഡേ ഗൈസ്.